മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം മറിയത്തിൻ പൊന്മകനാ വേറൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. കൂടുതൽ ബാക്കിയും കൂടെ ഇനിയിപ്പോ എല്ലാം കഴിയും. ഓട്ടോകളുടെ കൈ വെച്ചിട്ട് അവിടെ അപ്പൊ ആനയെ കൊണ്ട് വെച്ചാൽ മതി. ആനയല്ല, കുതിരനെ വെക്കണം. അതിന് എൽ ഷേപ്പില് കുതിരനെ വെക്കണം. ഇതൊന്നും അറിയാൻ പാടില്ല പുള്ളി. ചെസ് കളിക്കാൻ എന്താണ് ഏർപ്പാട്? ആനയെ കുതിരനെ കളിക്കാൻ പറ്റുന്നത് ചെസ്. ശിവമണിയുടെ ഹൃദയം കേട്ടോ, ശിവമണിയുടെ ഹൃദം. അതിനെ വെല്ലുന്ന സാധനമാ ചൊവ വരുന്നു. രാത്രിയിലോട്ടല്ല, ഈ സ്കൂളിൽ കൂട്ടോണി അടിക്കില്ല, അതുപോലെ സാധനം അടിക്കും. എന്നെ പിന്നെ കളിയാക്കൊന്നും വേണ്ട. ഈ ചുമയെന്ന് പറഞ്ഞതേ ഇത് ദാനം കിട്ടിയ ചുമയാ. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് എന്റെ നെഞ്ചാങ്ങോട് കൊണ്ട് ഈ ഇട്ടിരിക്കുന്ന ഷൂട്ടുണ്ടല്ലോ, അതിട്ട് ചവിട്ടിയതാ. അന്ന് തുടങ്ങിയ ചുമയാ. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമല്ലേ? നല്ല കാലത്ത് പെണ്ണുങ്ങളൊക്കെ ഏർപ്പെടുത്തി ചവിട്ടി കൂട്ടിയതാ. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു കാര്യം പറയാം, നക്ഷത്രം ഞങ്ങൾ കെട്ടിക്കോളാം. പാപ്പം വലിഞ്ഞു കയറണ്ടേ? നക്ഷത്രം ഞങ്ങൾ കെട്ടിക്കോളാം. വേണ്ടത് ഞങ്ങളെ കെട്ടിക്കോ. നിന്റെ അമ്മ വളർത്തി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ടെൻഷനുണ്ടോ? ഒന്നുമില്ല. അപ്പൊ വേണ്ടി ചാവട്ടണ ഇങ്ങനെ കുഴിയിൽ ഒഴിപ്പിടി നല്ല എനിക്ക് പറയുന്നു. ഹലോ ഹലോ, എവിടെയാ? ഞാൻ വീട്ടില്. കൂട്ടം നീ എന്നാ ചോദിച്ചോണ്ടിരിക്കണോ? ഇത് എന്ന് പറഞ്ഞത് ഇത് എങ്ങനെ വരുമെന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട്. എന്തായാലും ക്രിസ്മസ് അല്ലേ? ക്രിസ്മസ് വന്നാ മതി. ക്രിസ്മസ് പപ്പട ആവശ്യത്തിന് വന്നാൽ എല്ലാവരും കണ്ടുപിടിക്കൂലായിരിക്കും അല്ലേ? രാത്രി 9 മണി ക്രിസ്മസ് പപ്പട ആവശ്യത്തിൽ. ഓക്കെ ഓക്കെ, നീ റെഡി ആയിട്ടിരിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. അത് ശരി. അപ്പൊ ഒളിച്ചോടി പോകാനുള്ള പരിപാടി. എന്താ പഴയ സാധനം തോന്നി? പഴയ സാധനം തന്നെ. അയ്യോ, മൂക്ക് പരന്നു പോയല്ല. ചൈനക്കാരോ എന്തെങ്കിലും പറ്റിയ വാർത്ത? എന്തോ പറയുന്നത്? പറഞ്ഞത് ശരിയായിട്ടാണ്. അതായത് നീ ഇവിടെ നിൽക്കും. അതായത് പാപ്പനിപ്പൊ കല്യാണം കഴിക്കണം തന്നെ പറയുന്നു. പാപ്പനിപ്പൊ 70 വയസ്സായി. നമ്മൾ ആലോചിച്ച പെണ്ണ് കെട്ടാൻ പാടാ. നമുക്ക് മാട്രിമോണിയിൽ ഒരു പരസ്യം അപ്പൊ എന്ത് പറ? ചേട്ടാ, ഇന്ന് ക്രിസ്മസ് പപ്പാട് വേഷത്തിൽ 9 മണിക്ക് ഈ വീട്ടിൽ വന്നാ മതി. ഞാൻ ലൊക്കേഷനും കൂടെ അയച്ചേക്കാം. വേഗം പറഞ്ഞ എന്നെ കൂട്ടണേ. സ്വർണ്ണങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. Hallelujah.
പൈസ മേടിക്കാൻ വന്നതല്ല. ഞാൻ സ്ത്രീക്കുന്ന പെണ്ണെ ഇവിടെ ഇറക്കിക്കൊണ്ട് പോകാൻ പറഞ്ഞു. മനസ്സിലായ? അപ്പൊ ആംബിയൻസ് മാത്രം മതി, ഒച്ചയും ബഹളവും വേണം. മനസ്സിലായ? പ്രായപൂർത്തിയായ ഒരു ചെറുക്കനും പെണ്ണിനും ഒരുമിച്ച് താമസിക്കാൻ ഗവൺമെന്റ് അനുവാദം നൽകുന്നുണ്ട്. ഇതിപ്പോഴാണ് പറയുന്നത്. ഞാൻ ഈ ക്രിസ്മസ് പപ്പട വേഷം ഞാൻ അല്ലെന്നുള്ള ഇവര് കൈയോടെ പിടിച്ചാൽ അപ്പൊ മാത്രം നീ പറഞ്ഞാൽ മതി. അതിനാണ് ഇതൊക്കെ വാടക കിട്ടുന്ന മനസ്സിലായ? അപ്പൊ അങ്ങനെയാണ് നീ വന്ന് ഈ അത് എങ്ങനെയാണ് ചെറുക്കനും പെണ്ണും പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും ഒരുമിച്ച് താമസിക്കാനുള്ള ഇത് അനുവദിക്കുന്നുണ്ട് നിയമം. അനുവദിക്കുന്നത് ഈ സാധനം അത് പിടിച്ച് വാടകയൊന്നും സ്ക്രിപ്റ്റ് ഉണ്ണിക്കാ ഡയലോഗിന് സ്ക്രിപ്റ്റ് മേടിക്കുന്നു. ഈ സംഭവം കറക്റ്റ് ആണ്. നീ ടൈമിങ് തെറ്റിക്കാൻ വന്നാൽ മതി. ടെൻഷൻ അടിക്കാറുണ്ട്. അയ്യോ എനിക്ക് ടെൻഷനാവേ, എനിക്ക് ടെൻഷനാവും. ഒറ്റയ്ക്ക് അടിച്ച് തീർക്കുന്ന ടെൻഷൻ ആവുന്നില്ല. ആവശ്യം പോലെ ഞാൻ മേടിച്ചു. നീ ഇപ്പൊ ടൈമിങ്ങിന് വേണം എന്നെ പിടിച്ചാൽ മാത്രം. ടൈമിങ്ങിന് വന്നാൽ പോലെ വിഷുവിനെ മാത്രം മുന്നേ ടൈമിങ് വന്നാൽ പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും സമൂഹത്തിൽ ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കുന്നുണ്ട്. അത്ര സമയം വേറെ ആംബിയൻസ് മാത്രം മതി. ആവശ്യമില്ല അവിടെ അടിക്കരുത്. നീ അടിക്കണോ നിർബന്ധമാണെങ്കിൽ ഒച്ചാൻ വേണം ഉണ്ടാക്കാതെ പടവളായിരിക്കും. ഒരു കാര്യം അടുക്കള വരും മതിയാകും. അപ്പൊ നിങ്ങൾ എന്നെ പുറകെ വന്നു. അപ്പോൾ ഞാനും ഇവരും കൂടെ പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും ഒരുമിച്ച് താമസിക്കാൻ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. അല്ല അത് ഓക്കെ. ഇതെന്താണ് പറഞ്ഞ് മനസ്സിലാകാമല്ലോ. അത് വഴി അടുത്ത വഴി പോകും. അപ്പൊ ഞാൻ ഇവരോടൊപ്പം എന്താണ് നിന്റെ ഉദ്ദേശം? പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും അത് ഓക്കെ. ഒരുമിച്ച് താമസിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതെന്താണ്? റിപ്പീറ്റ് മൈക്ക്. ടൈമിങ്ങനെ വരാം. വിഷയം ഉണ്ടെങ്കിൽ പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും ഇവിടുത്തെ പെണ്ണിനെ അടിച്ചുപിടിക്കണോ? എന്തോ ഇവിടുത്തെ പെണ്ണിനെയാണ് നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോണത്? ഇവിടുത്തെ പെണ്ണിനല്ല, ഇവിടുത്തെ പണിക്കാരിനെ അടിച്ചു ആണ് അവരുടെ പണിക്കാരെ അടിച്ചുമാറ്റിക്കൊണ്ട്. പണിക്കാരി പറയുന്നത് പണിക്കാരി അടിച്ചു ഇവിടുത്തെ മൂത്ത മോളായിട്ട് തോന്നുന്നു. സുന്ദരിയാ. അത് തന്നെയല്ല, ഈ വീട്ടിലെ പണവും പൊറവും എല്ലാം കൂടെ കൂടി അവൾ അടിച്ചു മാറ്റിക്കൊണ്ടാ വരുന്നത്. അപ്പൊ എന്റെ പെണ്ണ് രക്ഷപ്പെട്ട് എന്റെ പെണ്ണോട് വെള്ളൊളിപ്പിച്ചു. നീ അതൊക്കെ തന്നെ ഒറ്റ കൊടുക്കരുത്. നീ ഒരു കാര്യം ചെയ്യണം. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു സിഗ്നൽ വേണം. ആയിക്കോട്ടെ, അവിടെ ശരി. മിസ്റ്റർ, പ്രായപൂർത്തിയായ ഒരു ചെറുക്കനും പെണ്ണും ഒരുമിച്ച് താമസിക്കാൻ ഗവൺമെന്റ് അനുവദിക്കുന്നുണ്ട്. ടൈമിംഗ് കൃത്യമല്ലേ? ഇതാര്? അല്ല ഈ പെണ്ണേതാ? എടാ എവിടെ പോയി കിടക്കുന്ന സമൂഹം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് പിടിച്ച് അപ്പാപ്പ മരത്താൻ വീണപ്പോ ചാടിപ്പോയി സ്വർണ്ണപ്പല്ല് കിട്ടിയിട്ടുണ്ട്. ഇതാരത്? ഈ ബാഗ് എന്തൊരു കട്ടോ? ഇവിടെ എന്തോ നടക്കുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല. ഹലോ മിസ്റ്റർ, പ്രായപൂർത്തിയായ ആണും പെണ്ണും എവിടെ വേണമെങ്കിലും താമസിക്കാൻ അനുമതി നൽകുന്നുണ്ട്. അവള് വന്ന വന്ന് ഒരു ബാഗ് കൊണ്ട് തോന്നി. അവിടെ സ്വർണ്ണം ഉണ്ടാക്കിയിട്ട് മൂന്നാല് പരിപാടികളത്. അതല്ലേ ഞാൻ ഉദ്ദേശിച്ച പെണ്ണില്ല, വേറെ പെണ്ണു. അല്ല അതൊക്കെ നീ ഒരു വായിലുണ്ട്, ഒരു വായിൽ കഴിഞ്ഞപ്പോ ഞാൻ ആരാന്നോ? നന്ദിയില്ലാത്തോടെ ഞാൻ ആരാകുന്നോ? സംസാരിക്കരുത്, എന്നോട് സംസാരിക്കരുത്. എനിക്ക് വിഷമമുണ്ടാ. നമ്മൾ ഒരുമിച്ച് എനിക്ക് വിഷമമുണ്ട്. എന്നോട് സംസാരിക്കില്ലേ? എനിക്ക് വിഷമമുണ്ടാ.
ഞാൻ കരഞ്ഞപ്പോൾ ഇപ്പഴാണ് ഞാനൊന്ന് കരഞ്ഞപ്പോഴേക്കും സങ്കടം മൊത്തം നീ ഇപ്പഴാ നീ കരഞ്ഞ എന്നിട്ട് എന്തിനാ കരഞ്ഞു നീ അല്ലേ ഇപ്പൊ പറഞ്ഞേ എന്തെന്ന് എന്നെ അറിയില്ലെന്ന് എന്തൊക്കെയായി വന്നു തുടങ്ങി എനിക്കറിയത്തില്ല ഇത് ഇവിടെ എവിടെ പോയി കിടക്കോളൂ പ്രായപൂർത്തിയായ ഒരു ചെറുക്കനും പെണ്ണും ഒരുമിച്ച് താമസിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ടൈമിംഗ് കൃത്യമാണോ? കണ്ണാടി 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 ഓ കണ്ണാടി ഇവിടെ എടാ അവിടെ വന്നിരിക്കടാ നീ എവിടെയാ എവിടെ പോയെന്ന് അറിയാൻ വയ്യ മഞ്ചറിയിട്ട് ആള് കയറ്റാനായിട്ട് ഒരു ബാഗ് നീ എന്റെ ബാഗ് തന്നില്ല എടാ ഇത് വേറെ പെണ്ണോട് തന്നെ ബാഗ് എന്നെ കൂടെ വന്നത് എനിക്ക് അറിഞ്ഞോളൂ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. സമൂഹത്തിൽ ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കുന്നുണ്ട്. നീ അറിയുമോ നിന്നെ കൊണ്ട് അറിയൂടാ എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ എന്തൊക്കെ നടക്കുന്നത്. ചേട്ടാ സ്വർണ്ണം കിട്ടി പോകാം ഇവിടെ നിൽക്കണം പെങ്ങളെ അതല്ല വേറെ വിഷയം മാറിപ്പോയതാണ്. ഞാനൊന്നും പറയാൻ കണ്ടില്ല മാറിപ്പോയത് ഇത് അവരല്ലെന്നത് അറിയാൻ പാടില്ലേ ക്രിസ്മസ് അതെന്തറിയാമോ ഞാനൊരു അനാഥനാണ് ഒറ്റപ്പെട്ട ജീവിതമാണ്. അവനൊരു അനാഥനാണോ? അതെ നീ അവനൊരു അനാഥനാണ്, ഒറ്റപ്പെട്ട ജീവിതമാണെന്നാണ് പറയുന്നത്. അതെ നമുക്ക് 3 പേർ കൂടെ അവനൊരു ജീവിതം കൊടുത്താലും ഞാൻ ഇയാൾ തമ്മിൽ സ്നേഹത്തില വിളിച്ചോണ്ട് പോകാൻ വന്നത് കാണണം നിന്നെ കൂടെ വന്നതാണ്. പക്ഷെ ഇതാ എവിടെ വന്നത് കയറി എനിക്ക് അറിഞ്ഞില്ല. എന്റെ ചേച്ചി ഇത്ര പൊക്കം മണ്ണമില്ല. എനിക്ക് എത്ര പൊക്കം വന്നോല്ല അതുകൊണ്ടാണോ നീ പൊക്കോളം കിട്ടി പറഞ്ഞ കൂടെ പോയത്. ദൈവത്തിനാണ് ചേട്ടനല്ലാതെ ഞാൻ വേറെ ആരെയും കൊണ്ട് വിളിച്ചു വരുത്തിയിട്ടില്ല. പിന്നെ ഇവനാരാ അത് ഞാൻ വേറെ ആരാ വിളിക്കാൻ അപ്പൊ ഞാനാണ്. നീ എനിക്ക് എവിടെ എനിക്കറിയത്തില്ല. ഞാൻ ചേട്ടന് മാത്രം വാട്സാപ്പ് മെസ്സേജ് ഈ അയച്ചിട്ടുള്ളൂ. മെസ്സേജ് കാണിച്ചു ഇന്ന് നോക്ക് കേക്ക്. ആളുടെ ഇവിടെ മെസ്സേജ് ഇട്ടേക്കണേ എനിക്കാന്ന് പറഞ്ഞിട്ടേക്കണേ എവിടെയാണെന്നറിയോ പഞ്ചായത്ത് ഗ്രൂപ്പിലാ. ഈ പഞ്ചായത്തിലുള്ള എല്ലാ പാപ്പാമാരും ഇവിടെ എത്തും എന്നെ ഉറപ്പാ. ഒരു മെസ്സേജ് അറിയിപ്പോ എത്ര പേര് വന്നു ഇനിയിപ്പോ എന്നാ ചെയ്യുക
ഇനി ഞാനൊരു കാര്യം പറയട്ടെ. പ്രായപൂർത്തിയായ ഒരു ആണിനും പെണ്ണും സമൂഹത്തിൽ ജീവിക്കാൻ ഇവിടെ അനുമതി നൽകിയിട്ടുണ്ട്. ഇപ്പൊ ടൈമിൽ സത്യമാണ്.